ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശബ്ദം ആഗോള രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ സൈനിക ഗർവിനെയും രാഷ്ട്രീയ നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് മാറ്റമില്ലാത്ത ഒരു പ്രതിരോധത്തിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഒരിക്കലും വിജയിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഖമേനി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ ഖമേനി തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. 47 വർഷമായി അമേരിക്ക ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ അത് ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തന്റെ ജനങ്ങളോട് പരാതിപ്പെടുന്നു. 47 വർഷമായി ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. അത് വലിയൊരു കുറ്റസമ്മതമാണ് എന്ന് ഖമേനി പരിഹസിച്ചു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനും പ്രതിരോധ മേഖലയിൽ അത്ഭുതകരമായ വളർച്ച നേടാനും ഇറാനും കഴിഞ്ഞു. ഖമേനിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു ഭരണകൂടമല്ല ഇറാനിലേതെന്നാണ്. 47 വർഷം എന്നത് വെറും ഒരു കണക്കല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പരാജയത്തിന്റെ നാൾവഴികളാണെന്ന് അദ്ദേഹം അടിവരയിട്ടു. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ പ്രതീകമാണ് അവരുടെ വിമാനവാഹിനി കപ്പലുകൾ. എന്നാൽ ഈ ശക്തി പ്രകടനത്തെ ഖമേനി നിസ്സാരവൽക്കരിച്ചു. ഇറാനിലേക്ക് ഒരു വിമാനവാഹിനി കപ്പൽ അയച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതൊരു അപകടകരമായ ഉപകരണമാണ്, പക്ഷേ ആ കപ്പലിനേക്കാൾ അപകടകരമാണ് അതിനെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധം എന്ന ഖമേനിയുടെ വാക്കുകൾ ലോക മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകളായി. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും അത്യാധുനിക ഡ്രോണുകളും അമേരിക്കൻ നാവിക വ്യൂഹത്തിന് വലിയ ഭീഷണിയാണെന്ന യാഥാർത്ഥ്യം ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പേർഷ്യൻ കടലിടുക്കിൽ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് തുടങ്ങിയ പടക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രസ്താവന നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമെന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഹരമേൽപ്പിക്കാൻ ഇറാൻ സജ്ജമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഖമേനി വ്യക്തമായ നിലപാടെടുത്തു. ജനുവരിയിൽ നടന്ന പ്രതിഷേധങ്ങളെ അദ്ദേഹം ഒരു സാധാരണ ജനകീയ മുന്നേറ്റവുമായി കാണുന്നില്ല, മറിച്ച് അത് പാശ്ചാത്യ ശക്തികൾ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശത്രുക്കൾ ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കൊല്ലപ്പെട്ടവരെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചതിലൂടെ അദ്ദേഹം ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി പയറ്റി. രാജ്യത്തിനു വേണ്ടി പോരാടിയ സുരക്ഷാ സേനയും ആക്രമണങ്ങൾക്കിടയിൽ പെട്ടുപോയ സാധാരണക്കാരെയും അദ്ദേഹം രക്തസാക്ഷികളായി അംഗീകരിച്ചു. എന്നാൽ വിദേശത്തു നിന്ന് പണവും ആയുധങ്ങളും വാങ്ങി രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെട്ട യുവാക്കളോട് കരുണ കാണിക്കണമെന്ന ആഹ്വാനം ആഭ്യന്തരമായി ജനപിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമായി കാണാം. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലും ഇത്തരം കടുത്ത പ്രസ്താവനകൾ വരുന്നത് നയതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നുമുണ്ട്. ചർച്ചകളിലൂടെ ഇറാനെ വരുതിയിലാക്കാമെന്ന് അമേരിക്ക കരുതുമ്പോൾ തങ്ങളുടെ പരമാധികാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഖമേനി വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അന്ത്യശാസനങ്ങൾക്കോ സൈനിക നീക്കങ്ങൾക്കോ ഇറാനെ ഭയപ്പെടുത്താൻ കഴിയില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതിനേക്കാൾ ഉപരോധങ്ങളെ അതിജീവിച്ച് മുന്നേറാനാണ് ഇറാൻ താൽപര്യപ്പെടുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്ന ഭീതി നിലനിൽക്കുമ്പോഴും ഖമേനിയുടെ വാക്കുകൾ ഇറാന്റെ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. എണ്ണ കയറ്റുമതി തടഞ്ഞും ബാങ്കിംഗ് ഇടപാടുകൾ വിലക്കിയും ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയെ ദേശീയ ഐക്യം വർദ്ധിപ്പിക്കാനുള്ള അവസരമായാണ് ഖമേനി കാണുന്നത്. വിദേശ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ അന്തസ്സോടെ പട്ടിണി കിടക്കുന്നതാണ് ഭേദമെന്ന വികാരമാണ് അദ്ദേഹം ജനങ്ങളിൽ ഉണർത്താൻ ശ്രമിക്കുന്നത്. ഭരണകൂടം തകർക്കപ്പെട്ടിട്ടില്ലെന്ന ഖമേനിയുടെ ഉറപ്പ് ഇറാനിലെ വിപ്ലവ ഗാർഡുകൾക്കും സാധാരണക്കാർക്കും നൽകുന്ന ആവേശവും ചെറുതല്ല. ശത്രുക്കൾ പുറത്തുനിന്നും അകത്തുനിന്നും ആക്രമിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന ആഹ്വാനം ഇറാന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം 2 രാജ്യങ്ങൾക്കിടയിലുള്ളതല്ല. ഇത് പശ്ചിമേഷ്യയുടെ ഭാവിയെയും ലോകക്രമത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇസ്രായേൽ, ലെബനൻ, യമൻ, സൗദി അറേബ്യ തുടങ്ങിയ മുഴുവൻ ഗൾഫ് മേഖലയും ബാധിക്കും. ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കടത്ത് തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. റഷ്യയും ചൈനയും ഇറാന് നൽകുന്ന പിന്തുണയും അമേരിക്കയെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഖമേനിയുടെ പ്രസംഗം റഷ്യൻ ചൈനീസ് താൽപര്യങ്ങളെ കൂടി സംരക്ഷിക്കുന്ന ഒന്നാണെന്നും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ഇറാനെ പോലൊരു രാജ്യം മുന്നോട്ട് വരുന്നത് ഈ വൻ ശക്തികൾക്കും ഗുണകരമാണ്. അയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്ന ഒരൊറ്റ കാര്യമാണ്: ഇറാൻ ഇപ്പോൾ ഒരു കീഴടങ്ങലിന് തയ്യാറല്ല. അമേരിക്കയുടെ സൈനിക ശക്തിയേക്കാൾ വലിയൊരു പ്രതിരോധ നിര ഇറാൻ പടുത്തുയർത്തി കഴിഞ്ഞു. കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാവുന്ന ആയുധം എന്ന പ്രയോഗം വെറും ഒരു അലങ്കാരമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മാറുന്ന സൈനിക സമവാക്യങ്ങളുടെ അടയാളമാണ്. ജനീവയിലെ ചർച്ചകൾ
സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ ട്രംപിന്റെ അന്ത്യശാസനം യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ഇറാൻ നൽകിയ സന്ദേശവും വ്യക്തമാണ്. അട്ടിമറിക്കാൻ കഴിയുന്ന രാജ്യമല്ല ഞങ്ങൾ. ഈ സന്ദേശത്തെ അമേരിക്ക എങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും നാളുകളിലെ ആഗോള സമാധാനം.